സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടാടുന്ന വികസന മാതൃകകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അതിവേഗം ഉദ്ഘാടനത്തിനും അവകാശവാദങ്ങൾക്കും വേണ്ടി കെട്ടിപ്പൊക്കുന്ന ചില കെട്ടിടങ്ങൾ ആർക്കും ഉപയോഗമില്ലാതായി മാറും. തിരുവനന്തപുരത്തെ കടകംപള്ളിയിൽ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രവും അത് ഉൾക്കൊള്ളുന്ന മിനി സിവിൽ സ്റ്റേഷനും അങ്ങനെയുണ്ട്. കാണാം അജ്മൽ ദിറാറിന്റെ റിപ്പോർട്ട്. പാഴാകുന്ന പൊതുപണം, ഉപകാരമില്ലാത്ത നിർമ്മിതി. നിങ്ങൾ ഇക്കണ്ടത് കടകംപള്ളി സിവിൽ സ്റ്റേഷനുള്ളിൽ പ്രവർത്തിക്കുന്ന ഊളംകുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ തറയോടുകളാണ്. പ്രാഥമിക ചികിത്സ, കുട്ടികളുടെ വാക്സിനേഷൻ ഉൾപ്പെടെ നിരവധി ആളുകൾ നിത്യേനെത്തുന്ന ആശുപത്രി. ടൈലിന്റെ ഡിസൈൻ അല്ല, തികച്ച 5 വർഷം തികയും മുമ്പാണ് ഒരു സർക്കാർ കെട്ടിടത്തിന് ഈ ദുർഗതി. നമ്പർ 1 കേരള ആരോഗ്യ മോഡലിന് ഇത്തരം ചില കാര്യങ്ങൾ കാഴ്ചയ്ക്ക് കണ്ണുകടിയാകും. പക്ഷേ പറയാതെ നിവൃത്തിയില്ല. ആരോഗ്യ കേന്ദ്രം സ്ഥിരമായി ആശ്രയിക്കുന്നത് അമ്മമാരും കുഞ്ഞുങ്ങളും. വനിതാ ജീവനക്കാർ മാത്രം തൊഴിൽ ചെയ്യുന്ന ആരോഗ്യ കേന്ദ്രം. അപകടാവസ്ഥ അധികൃതരെ അറിയിച്ചെങ്കിലും നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2021 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഏകദേശം 5 വർഷം തികയുന്നതേ ഉള്ളൂ. ഈ 5 വർഷം എന്ന് പറയുമ്പോൾ 5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. പക്ഷേ 5 വർഷമാകും മുമ്പേ തന്നെ ഇതിനകത്തുള്ള പല റൂമുകളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ്. എല്ലാം പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാഴ്ച, അത് ആരോഗ്യ കേന്ദ്രം ഉൾക്കൊള്ളുന്ന മിനി സിവിൽ സ്റ്റേഷനാണ്. കടകംപള്ളിയിൽ എന്തോ വലുത് വരുന്നെന്ന് പറഞ്ഞായിരുന്നു നിർമ്മാണവും ഉദ്ഘാടനവും. 5 കോടി രൂപയാണ് അടങ്കൽ ചിലവഴിച്ചത്. നിർമ്മാണ ഘട്ടത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച പവർ യൂണിറ്റ് പോലും ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല. നിരവധി സർക്കാർ ഓഫീസുകളടക്കം പ്രവർത്തിക്കുന്ന ഇവിടെ വൈദ്യുതി പോയാൽ സേവനം തേടിയെത്തുന്നവരെ തിരിച്ചയക്കലാണ് പതിവ്. ജനറേറ്റർ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് വെച്ചതാണ്. ഉദ്ഘാടനം ചെയ്തതിന് ഇപ്പോൾ 3-4 കൊല്ലമായി. ഇതുവരെ ഇവിടെ ഇത് ഓൺ ചെയ്ത് കണ്ടിട്ടില്ല. ആർക്കും അത് ഡീസൽ വാങ്ങിച്ച് ഒഴിക്കാനോ ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ്, നമ്മൾ ഇഷ്ടംമാതിരി കംപ്ലയിൻറ്റ് ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാറേ, ഇവിടെ ഈ കറണ്ട് ഇല്ലാതെ വരുന്ന സമയത്ത് 24 മണിക്കൂർ കറണ്ട് ഇല്ലാതെ വരുമ്പോൾ ഈ വരുന്ന ജോലി ജീവനക്കാരും അവർ ചുമ്മാ ഇരിക്കും. വരുന്ന ആൾക്കാർ അത്രയും ഓരോന്ന് ഫില്ല് ചെയ്യാനും അപേക്ഷ കൊടുക്കാനും ഇതിനൊക്കെ വരുന്നത് കറണ്ടില്ല എന്ന് പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞു വിടും. ജനങ്ങളുടെ നികുതിപ്പണം വിനിയോഗിച്ച് നിർമ്മിച്ച ഇത്തരം കെട്ടിടങ്ങൾ പൂർണ്ണ തോതിൽ ജനോപകാരപ്രദമായ വിധത്തിൽ ഇനി എന്ന് മുതലാണ് പ്രവർത്തിച്ചു തുടങ്ങുക? 5 കോടി ചെലവിൽ നിർമ്മിച്ച കെട്ടിടം 5 കൊല്ലം കഴിയും മുമ്പേ അതിൻ്റെ അപാകതകൾ തുറന്നു കാട്ടുമ്പോൾ അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹരിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി. അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.